തൊബിതാൻ നമുക്കൊന്ന് മെർക്കുർ വരെ പോയിട്ട് വന്നാൽ. മെർക്കുർ ഫോർ വാട്ട് എന്ന് ചോദിച്ചാൽ ഒരു വീട്ടിലോട്ട് വേണ്ട, അതായത് പുതിയൊരു വീട്ടിലോട്ട് വേണ്ട ഗ്രോസറീസ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും A to Z എല്ലാം നമുക്ക് മെർക്കുറിൽ നിന്ന് കിട്ടും. വെരി കംഫർട്ടബിൾ. സ്വന്തമായിട്ടൊരു വീട് പണിതാൽ ഷുവറായിട്ട് ഞാനൊരു ബാത്ത് ടബ് വയ്ക്കും. സോ ബാത്ത് ടബിൻ്റെ റേറ്റ് ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചു. നിസ്സാരം അല്ലേ? നടന്ന് കാണുവാനാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മെർക്കുറിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പോലൊക്കെ തന്നെ നാട്ടിലും ഇപ്പം നമുക്ക് മോഡുലാർ കിച്ചൺസ് ആണല്ലോ ട്രെൻഡിങ്. ഇതൊരു ഇലക്ട്രിക് കുക്ക് വെയർ ആൻഡ് ഒരു മൈക്രോവേവ് ഓവൺ ആണ്. ഇതൊരു സെറ്റായിട്ടാണ് കേട്ടോ. ഈ ഒരു കുക്ക് വെയർ നമുക്ക് ഭയങ്കര കോമ്പാക്റ്റബിൾ ആൻഡ് കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാനൊക്കെ. ഇതിങ്ങനെ ഒരു കുക്ക് വെയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇന്ത്യൻ മണി ഒരു 1,01,500,000 ഒക്കെയാണ് വരുന്നത്. നടന്ന് കണ്ടങ്ങനെ നമ്മൾ വന്ന കാര്യം മറന്നു. നമ്മളൊരു കുഞ്ഞു കത്തി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരു 3 യൂറോ 4 യൂറോ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 50, 60, 70 യൂറോ വരെയാണ് ഓരോ കത്തിക്ക് ഇവിടെ റേറ്റ് വരുന്നത്. ഫ്രം ദ എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് നമ്മൾ ചെറിയ എമൗണ്ടിൻ്റെ, അതായത് 10 യൂറോയിൽ താഴെ വില കൊടുത്ത് മേടിക്കുന്ന കത്തികളൊന്നും അധികം നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മൾ ഇച്ചിരി നല്ലൊരു കത്തി മേടിക്കാമെന്ന് കരുതി നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ശരിക്കും എൻ്റെ കാര്യം വിളിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. കുക്ക് ചെയ്യാനൊന്നും അടുക്കള കയറില്ല എന്ന് പറഞ്ഞ് ശബ്ദം ചെയ്തിരുന്ന ഞാനിപ്പം കത്തി നോക്കാൻ വേണ്ടിയിട്ട് മെർക്കുറിൽ വന്നിരിക്കുന്നു. മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളല്ലേ, ജീവിതം ഏതൊക്കെ വഴിക്കൊക്കെ നമ്മൾ എത്തിക്കുന്നത്. ഞാൻ എപ്പോഴും ആലോചിച്ചേ നാട്ടിലൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു കത്തിക്കൊക്കെ നമുക്ക് എത്ര രൂപ വില വരുമായിരിക്കും എന്ന്. ഈ കാണുന്ന ഈ കത്തിയുടെ വില 52 യൂറോ ആണ്. ബട്ട് ഞാൻ തരത്തില്ല. മെർക്കുറി തീർന്നില്ല കേട്ടോ. ഗാർഡനിങ് സെക്ഷൻ വേറെയുണ്ട്. പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് വന്നപ്പം ഇതാണ് കാണുന്നത്. ഇതൊരുമാതിരി കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ചോക്ലേറ്റ്സ് വയ്ക്കുന്ന പോലെ.